ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും ആ വീട് സൗഭാഗ്യമംഗലം വിട്ടിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭവാനി ഓർത്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭവാനിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഭവാനി ചെയ്ത് കൂട്ടിയ ആ കൊടും ക്രൂരതകളെല്ലാം തന്നെ സൗഭാഗ്യമംഗലത്തിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇതിനോടകം ഇനി തന്നെ അടിച്ചിറക്കി വിടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കിയ ഭവാനി തൻ്റെ മകളെയും വിളിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ് കേട്ടോ. കാരണം അവരിറക്കി വിടുന്നതിന് മുൻപ് തന്നെ ഭവാനി അവിടെ നിന്നും മുങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഭവാനിയും കൂട്ടി നിർത്തി ചർച്ചയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും ഭവാനിയുടെ ഈ ഒരു കുറിപ്പ് നമ്മുടെ സത്യൻ്റെ കയ്യിൽ കിട്ടണം കേട്ടോ. അങ്ങനെ സത്യൻ അത് വായിക്കുകയാണ്. സത്യം വായിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് തെരുവിൽ നിന്ന് വന്നവരല്ലേ, അവിടേക്ക് തന്നെ ഞങ്ങൾ പോകുകയാണ്, ആർക്കും ഒരു ശല്യം ആവുന്നില്ല, എൻ്റെ ഭർത്താവ് മരിച്ചത് കൊണ്ട് ഇനി ആ വീട്ടിൽ എനിക്ക് യാതൊരുവിധ വിലയും ഇല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റിമെൻ്റൽ ഡയലോഗുകളൊക്കെ അടിച്ച് കാച്ചുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭവാനി. അങ്ങനെ അഞ്ജനയുടെ കല്യാണ കാര്യങ്ങളും പറയാണ്. അജയ്ക്ക് യാതൊരുവിധ താല്പര്യമില്ല, ഞങ്ങൾക്കിവിടെ പട്ടിയുടെ വില പോലും ആരും തരുന്നില്ല, എൻ്റെ മകള് ചെറുപ്പം മുതലേ എൻ്റെ മകളോട് എല്ലാവരും അജയാണ് തന്നെ വരെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ എൻ്റെ മകള് വലുതായപ്പോഴും അവളുടെ മനസ്സ് നിറച്ച് അവനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും ആയിരുന്നു. എന്നിട്ടിപ്പോൾ എല്ലാവരും കൂടെ അത് തകർക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ മോളെ അവൻ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടതല്ലേ, ഇനി ആർക്കും ഒരു ശല്യമായിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോകുകയാണ്, ഞങ്ങൾ എല്ലാവരും സമാധാനത്തോടു കൂടി സന്തോഷത്തോടെ ജീവിച്ചോളൂ. അജയ് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും കെട്ടി വിവാഹം കഴിച്ച് ജീവിച്ചോട്ടെ, ഞങ്ങൾ ആരും ഇനി ആർക്കും ഒരു ശല്യമായിട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ ഭവാനിയുടെ ഒരു കുറിപ്പ് കാണുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശിയുടെ മനസ്സങ്ങ് അലിയാണ്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടോ ഇതിനൊക്കെ കാരണം അജയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ജീവന് നിങ്ങൾ എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭവാനീനെ കൊച്ചുമോളെ ഇവിടെ കൊണ്ടുവന്നിരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു പോറിൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മകൻ മരിച്ചു എന്ന് കരുതി അവരെ അങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഭവാനിനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാനിട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം മുത്തശ്ശിക്ക് അപ്പുറം ഒരു വാക്ക് ആ സൗഭാഗ്യമംഗലത്തില്ല. എല്ലാവരും മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മുടെ അജയ്ക്ക് നല്ല പ്രഷർ വരികയാണ് കേട്ടോ. അങ്ങനെ അജയ് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഭവാനീനെയും അഞ്ജനയും എവിടെ താമസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ തെരഞ്ഞു തപ്പി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശിയും കൂടെ എല്ലാവരും കൂടെ ആയിരിക്കും ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നിൽക്കുന്നത്. അങ്ങനെ ഇവർ ചെന്നുടനെ ഈ വണ്ടി കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് ഇവർ തപ്പി പിടിച്ചിടം വന്നിട്ടുണ്ടായിരിക്കും. ഇനിയും ആ ഭൂമി പറഞ്ഞു കാണും, അവരുടെ അച്ഛനെ കൊന്നതൊക്കെ ഞാനാണെന്ന്. എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയില്ലല്ലോ, എൻ്റെ ഈശ്വരൻ എവിടേക്ക് വന്നല്ലോ, ഇനി എന്താണോ ഇനി അടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക നമ്മുടെ ഭവാനിയെ. ഈ സമയത്ത് ഭവാനി ഞെട്ടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ എല്ലാവരുടെയും പെരുമാറ്റം. ഓടി വന്നിട്ട്, മുത്തശ്ശി എൻ്റെ മോളെ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോൾ ക്ഷമിക്കും, അഞ്ചനും മോളെയും കൂട്ടി മോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് അവനെ മരിച്ചിട്ടുള്ളൂ, ഞങ്ങളെല്ലാവരും ജീവനോടുണ്ട്, നിൻ്റെ മരണം വരെ നിനക്കും ആ വീട്ടിൽ അവകാശമുണ്ട്, നിൻ്റെ മകൾക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, ഇവളെ ഈ വീട്ടിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ സൗഭാഗ്യ മുത്തശ്ശിയുടെ ഞാൻ പറയാം, അജയ് തന്നെ അഞ്ജനനെ വിവാഹം കഴിക്കും, അതും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തും, ഞാൻ വാക്ക് തരികയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടത്തിൽ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അജയുടെ അമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലാന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും ഇത് നടത്തുന്നത് ഒട്ടും പ്രാക്ടിക്കലായ കാര്യമല്ല. മുത്തശ്ശി എനിക്ക് അതുപോലെ ഇഷ്ടമാണ്, മുത്തശ്ശി എൻ്റെ ജീവനാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഒരു ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂട്ടത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? ആ കുട്ടിക്ക് ഒരു ജീവിതം വേണ്ടേ? അവൾക്ക് വേറൊരാളെ തിരഞ്ഞെടുത്താൽ പോയി എന്തിനെ എന്നെ ഇതിലേക്ക് വലിച്ചു കഴിക്കുന്നത് എല്ലാവരും കൂടെ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ എന്ത് ചെയ്യാനാ, അമ്മയുടെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ, അമ്മ ഒരു തീരുമാനം എടുത്ത പിന്നെ അതിൽ നിന്ന് പിന്നോട്ടില്ല. അത് മാത്രമല്ല, ഇപ്പം ഭവാനി ചേച്ചി ഇവിടെ നിന്ന് പോവുകയും കൂടെ ചെയ്തപ്പോൾ അമ്മയുടെ മനസ്സത് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തണമെന്ന് അമ്മ പറയുന്നത്. അത് മാത്രമല്ല, അഞ്ജനയുടെ അച്ഛൻ മരിച്ചു പോയേ പിന്നെ അവർക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ അഞ്ജനനെ ഈ വീട്ടിലുള്ള നീ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ
ആ കുടുംബ ബന്ധവും അതുപോലെ തന്നെ നിലനിൽക്കില്ലേ, അതൊക്കെ അമ്മയുടെ ഇത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവളെ നല്ല രീതിക്ക് നമ്മൾ കെട്ടിച്ചയച്ച് വിടത്തില്ലേ, അല്ലാതെ എൻ്റെ തലയിലേക്കാണോ കെട്ടിവെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അജയുടെ അമ്മയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് എന്താ പറ്റിയത്? എവിടെയാന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീ ഇങ്ങനെ നിന്റെ ജീവിതം കളയാൻ ഞാൻ സമ്മതിക്കില്ല. അഞ്ജനയെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷം എല്ലാം ശരിയാകുമായിരിക്കും. അല്ലാതെ എവിടെയോ ഉള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ നിന്റെ ജീവിതം കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയല്ലേ, എനിക്കില്ലേ നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വവും സങ്കടവും ഒക്കെ, നിന്റെ കുഞ്ഞിനെ താലോലിക്കാനൊക്കെ എനിക്കും ആഗ്രഹമില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, നയന തിരിച്ചു വരും. എവിടെ തിരിച്ചു വരും? അവൾ പോയിട്ട് എത്ര വർഷമായി? ഇതുവരെയായിട്ടും അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ എനിക്കറിയണം. ഞാനൊരു കാര്യം പറയാം, നയന തിരിച്ച് വന്നില്ലെങ്കിൽ നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക തന്നെ വേണം, അല്ലാതെ ഇങ്ങനെ നിന്റെ ജീവിതം ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അജയ്ക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. നയനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. നയന ഇനി തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ തനിക്ക് ഈ വിവാഹത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ല. നയനയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം കാത്തിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അജയ് ശ്രമിക്കാൻ കേട്ടോ. പക്ഷെ ഈ വിവാഹത്തോടുകൂടി ഈ വിവാഹം കഴിഞ്ഞാൽ അതെല്ലാം അവിടെ വെച്ച് അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വിവാഹം നടക്കരുത് എന്നിങ്ങനെ തീരുമാനം എടുക്കാൻ കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും അജയ് ഇങ്ങനെ ആലോചിക്കുക, എന്താ ചെയ്യേണ്ടത്, ഇനി എന്ത് വഴി എൻ്റെ മുൻപിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ആൽഫ്രഡ് ഉണ്ടല്ലോ, ആൽഫ്രഡ് ഒരു കേസിൻ്റെ കാര്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാണ് ഫോൺ വിളിച്ചിട്ട്. അപ്പോൾ അജയ് എന്താടാ രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ, ഇതെന്ത് ഫോൺ വിളിയാടാ, ആരാടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ അവന് ഒരു വിവാഹം, അതായത് അവനിപ്പം വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് വിവാഹം കഴിക്കുന്നു. എഗ്രിമെൻ്റ് വിവാഹമോ അതെന്താ? ഇതേ ചോദ്യം എന്നോട് ഭൂമിയും ചോദിച്ചത്. എടാ എഗ്രിമെൻ്റ് വിവാഹം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു വിവാഹം കഴിക്കുന്നു. എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇത്ര കാലത്തേക്കിന് അവിടെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ കാലാവധി കഴിയുമ്പോൾ അവർക്ക് ഡിവോഴ്സും കിട്ടുന്നു. പിന്നെ കോമ്പൻസേഷനോ കുട്ടികളോ അങ്ങനെയുള്ള യാതൊരു ബാധ്യതകളോ ഇല്ല. എല്ലാവരുടെ മുന്നിൽ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഡിവോഴ്സും അത്ര തന്നെ എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ആലോചിക്കാനുണ്ടോ ആ കാര്യങ്ങൾക്കും അജയ് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായി എടുത്തൂടാ എന്നിങ്ങനെ ആലോചിക്കാനുണ്ടോ. അപ്പോൾ അജയ് ആണെങ്കിൽ ആൽഫ്രഡിനോട് പറയുന്നുണ്ട്, എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു വഴി എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചാൽ എന്താ നീ എന്താ ഈ പറയുന്നത്? നിന്റെ ജീവിതത്തിൽ ചിന്തിച്ചാലെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നത്. നീ കാര്യം തെളിച്ച് പറ, പോലീസുകാർ പറയണ പോലെ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ പറയാതെ നീ കാര്യം പറയടാ എന്ന് പറയുമ്പോൾ, അല്ലടാ എത്രയും പെട്ടെന്ന് അഞ്ജനയുമായിട്ട് എൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, ഒരു എൻഗേജ്മെൻറ്റ് പോലും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് എല്ലാവരുടെയും തീരുമാനം. അതെന്താണെന്നോ എന്തുകൊണ്ടാണെന്നോ ഒക്കെ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. എൻ്റെ മനസ്സിൽ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ ഒരു ഓർമ്മ എൻ്റെ മരണം വരെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ നയന മാത്രം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാതിയായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ മുൻപിൽ ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ ഈ പറഞ്ഞ എഗ്രിമെൻ്റ് വിവാഹം, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഈ എഗ്രിമെൻ്റ് വിവാഹം നടത്തിയാലോ. വീട്ടുകാർ ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ മറ്റേ അഞ്ജനയുമായിട്ടുള്ള വിവാഹവും അവിടെ സ്റ്റോപ്പാകും. പിന്നെ കാലാവധി കഴിയുമ്പോൾ, അതായത് 1 വർഷമോ 2 വർഷത്തേക്കിനുള്ളിൽ അങ്ങനെ വിവാഹം കഴിക്കാം. എന്നിട്ട് അവൾക്ക് എത്രയാണ് പണം ആവശ്യം അത് കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാം. ആ ഒരു സമയം കൊണ്ട് അഞ്ജനയുടെ വിവാഹം കഴിയും. പിന്നെ ഞാൻ ഫ്രീ ആകുമല്ലോ എന്ന് പറയുമ്പോൾ ആൽഫ്രഡ് പറയണം, എടാ അതൊക്കെ ശരിയാണ്, നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അഞ്ജനയുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കാതിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വഴി തന്നെയാണ്. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിൽ അതുപോലെ ഒരു പെൺകുട്ടിയെ നമ്മൾ എവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കും? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കൊരു വിശ്വാസ്യതയുള്ളൊരു പെൺകുട്ടിയെ തന്നെ വേണ്ടേ? പിന്നെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടതാണ് ഈ 2 വർഷം. അപ്പോൾ അത് ആ കുടുംബത്തോട് ഇണങ്ങി നിൽക്കുന്നൊരു പെൺകുട്ടി തന്നെ വേണ്ടേ? അവസാനം നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ വിവാഹം കഴിച്ചിട്ട് അവസാനം അതൊരു സമാധാനക്കേടായി മാറരുതല്ലോ. അതുകൊണ്ട് അങ്ങനൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണ്ടേ? പിന്നെ ഇന്നത്തെ കാലത്ത് നിനക്കറിയാമല്ലോ, നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളാരൊന്നും ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കുകയില്ല. അതാ എനിക്കൊരു ഇത് എന്നൊക്കെ പറയുമ്പോൾ ആൽഫ്രഡ് പറയണം, എടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ പറ, നിനക്ക് ഇങ്ങനെ മുഖവരയുടെ ആവശ്യമുണ്ടോ? നീ എന്താ ഉദ്ദേശിക്കണം പറ. എടാ അത് പിന്നെ എനിക്ക് തോന്നുന്നു നിനക്ക് പറ്റിയ പെൺകുട്ടി ഭൂമിയാണെന്ന്. ഭൂമിയോ? നീ എന്താണ് ഈ പറയുന്നത്? അതിന് അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ?
എടാ ഇത് ഒറിജിനലായിട്ട് വിവാഹം കഴിക്കുന്നൊന്നും അല്ലല്ലോ, അവളോട് നമുക്ക് പറയാം. കാരണം എന്താണെന്നറിയോ, ഈ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് വക്കീൽമാർ അവളോട് ചോദിച്ചിരിക്കുന്ന ലക്ഷങ്ങളാണ്. അവൾക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ അവളുടെ കയ്യിൽ നീക്കിയിരിക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അവൾ എന്തായാലും അത് നിരസിക്കില്ല. പിന്നെ അവളെ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമായതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. എല്ലാവർക്കും അറിയുന്ന പെൺകുട്ടി, നമുക്ക് പിന്നെ ഭൂമിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വീട്ടിലും കയറ്റാം. അത് മാത്രമല്ല, ഇതുകൊണ്ട് നിനക്കും ഗുണമുണ്ടാകും, അവൾക്ക് അവളുടെ അമ്മേനെ പുറത്തെടുക്കാൻ കഴിയും. ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാനോട്ടോ. അപ്പോൾ അജയ് പറഞ്ഞ അത് വേണടാ ഭൂമി, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, എടാ അതൊക്കെ ശരിയാകും. എനിക്ക് തോന്നുന്നത് നിനക്ക് ഈ ഒരു കാര്യത്തിൽ ഭൂമിയേക്കാൾ ആക്റ്റീവ് വേറൊന്നുമില്ല. കാരണം ഭൂമിക്ക് ഈ കാര്യം നിരസിക്കാൻ പറ്റില്ല, ഭൂമിക്ക് പണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിന്നെക്കൊണ്ട് അത് സാധിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അവളിപ്പോൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നതും, നിനക്കറിയാമല്ലോ. ഈ ഇടയ്ക്കും കൂടെ വീട്ടിലേതോ ആളൊക്കെ വന്നു നമ്മൾ പറഞ്ഞു. പക്ഷെ പോലീസുകാർ ചെന്നപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവൾക്ക് നല്ല ഭയമുണ്ട്. അവൾ ഒറ്റപ്പെട്ടു പോയി നിൽക്കുകയല്ലേ. ഈ 2 വർഷം നിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു ഒറ്റപ്പെടലൊക്കെ മാറി തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ അമ്മയും തിരിച്ചു വരും. അവരുടെ ജീവിതം സേഫാകും, നിൻ്റെ ജീവിതം സേഫാകും. അതുകൊണ്ട് ഇത് മതിയടാ എന്ന് പറയുമ്പോഴത്തേനും, അല്ല ഞാൻ അവളോട് സംസാരിക്കില്ല, ഞാൻ അവളോട് പറഞ്ഞു അവൾ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ ഞാനും തിരിച്ച് അങ്ങോട്ട് പറയും, പിന്നെ അതൊരു കലഹത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ. അപ്പോൾ ആൽഫ്രഡ് പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് നൈസായിട്ട് എല്ലാം സെറ്റാക്കിക്കോളാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, കാര്യങ്ങൾ പറയേണ്ട നയത്തിൽ ഞാൻ പറഞ്ഞോളാം, അല്ല നിൻ്റെ പോലീസ് മുറിയിലൊന്നും പറഞ്ഞാലൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എങ്കിൽ ശരി, എന്നാൽ അതിനുള്ള ഏർപ്പാട് വേഗം ചെയ്യണം, വീട്ടിലെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആൽഫ്രഡ് വാക്ക് കൊടുക്കുകയാണേ. അപ്പോൾ വീട്ടിലാണെങ്കിൽ കല്യാണം എട്ടുപിടിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇതേ സമയത്ത് ഭൂമിയോട് ചെന്ന് ഈ ഒരു കാര്യം പറയുമ്പോൾ ഭൂമി അത് നിരസിക്കുന്നുണ്ട്. ഭൂമി പറഞ്ഞിട്ടുണ്ട് ഞാനില്ല, ഈ ഒരു കാര്യത്തിന് ഞാനില്ല, അല്ലെ തന്നെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ട് ഒരു വിവാഹമോ, അത് മാത്രമല്ല ആലോചിച്ച് നോക്കി ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹവും കാര്യമോ, അവരെല്ലാം വഞ്ചിക്കുന്നൊരു രീതിയായി പോവില്ലേ എന്ന് പറയുമ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, അതിന് അവരാരും ഇതൊന്നും അറിയുന്നില്ലല്ലോ, നിങ്ങൾ എഗ്രിമെൻറ്റ് വിവാഹം കഴിച്ചെന്ന് അവരറിയാൻ പോകുന്നുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ അറിയില്ലേ, അല്ലെങ്കിൽ ഈ ഒരു കാലാവധി കഴിയുമ്പോൾ എന്ത് റീസൺ പറഞ്ഞ് ഞാൻ വിവാഹമോചനം നേടും എന്ന് പറയുമ്പോൾ അതൊക്കെ അവൻ ആ സമയത്ത് നോക്കിക്കോളും. അത് ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ, അത് അപ്പോഴത്തെ കാര്യമല്ലേ, 1-2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് അവൻ നോക്കിക്കോളും. അതോർത്ത് നീ ബേജാറാവണ്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് നല്ലത്, നിനക്ക് നന്മ ഉണ്ടാവുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അജയനെ പോലൊരു മനുഷ്യൻ ഇനി കിട്ടില്ല, അതുകൊണ്ട് നീ അവൻ്റെ കൂടെ സേഫ് ആയിരിക്കും. ഒരു മുറിയിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ നിൻ്റെ രൂപത്തിൽ പോലും തൊടുകയോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുകയോ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും നീ വിഷമിക്കേണ്ട. അത് മാത്രമല്ല, നിൻ്റെ ഏറ്റവും വലിയ ആവശ്യം നിൻ്റെ അമ്മ ഇറക്കുക എന്നുള്ള, അതിന് പണം അത്യാവശ്യമാണ്, അതിന് ഇങ്ങനൊരു വഴി ഇനി സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എവിടെ നിന്ന് മേടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ ബ്രെയിൻ വാഷ് ചെയ്യാനിട്ടോ. അങ്ങനെ ഭൂമി അവസാനം സമ്മതിക്കാനിട്ടോ, നിവർത്തിയില്ലാതെ മനസ്സോടെ ഭൂമി ആ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാനിട്ടോ കുറേ നിബന്ധനകളോടെ അങ്ങനെ പണം കൈപ്പറ്റുകയാണേ.